നമസ്കാരം. അമേരിക്ക-ഇറാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ധാരണയായില്ലെങ്കിൽ ഇറാനെതിരെ അടുത്ത ഘട്ട വ്യോമാക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഏർപ്പെടുത്താനിരുന്ന US തീരുവയിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിനിടെ സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകൾ 70.73 കോടി രൂപയുടെ വിറ്റുവരവ് മറച്ചുവെച്ചതായി GST വകുപ്പിൻ്റെ കണ്ടെത്തലും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയുമായി ധാരണയിലെത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇറാൻ്റെ ഊർജ്ജ പ്ലാന്റുകളും പ്രധാന പാലങ്ങളും ലക്ഷ്യമിട്ടായിരിക്കും അടുത്തഘട്ട ആക്രമണമെന്ന് ട്രംപ് വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കണോ എന്ന് താൻ തീരുമാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഒരു മാധ്യമ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഇറാനെതിരെ അമേരിക്കൻ സൈന്യം തുടർച്ചയായ 4ാം ദിവസവും ശക്തമായ ആക്രമണം തുടരുന്നതിനിടയിലാണ് ട്രംപിൻ്റെ കടുത്ത പ്രസ്താവന. ഇറാനെതിരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡാണ് അറിയിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണി മുതൽ പുതിയ ആക്രമണം തുടങ്ങിയെന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങൾക്ക് പുറമെ ഇറാൻ്റെ തുറമുഖങ്ങൾക്കുമേൽ US സൈന്യം നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ജൂൺ 17 താൽക്കാലിക വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലിയാണ് നിലവിൽ ഇരു വിഭാഗവും തമ്മിൽ പ്രധാനമായും ഏറ്റുമുട്ടുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യ ഏർപ്പെടുത്താനിരുന്ന തീരുവയിൽ ഇളവ് പ്രഖ്യാപിച്ച് US. ചൈനയ്ക്കും ഏർപ്പെടുത്താനിരുന്ന തീരുവയിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യൻ എണ്ണയ്ക്കും പ്രകൃതിവാതത്തിനുമേൽ ചുമത്താൻ നിശ്ചയിച്ചിരുന്ന 500% തീരുവ പരമാവധി 100% കുറച്ചുകൊണ്ട് ഉപരോധ ബില്ലിൽ US ഭേദഗതി വരുത്തി. റഷ്യയുടെ പ്രകൃതിവാതക കയറ്റുമതിയുടെ 15% താഴെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ തീരുവയിൽ നിന്നും ഒഴിവാക്കാൻ വ്യവസ്ഥയുണ്ട്. ഇത് ജപ്പാൻ, ഫ്രാൻസ്, ഹംഗറി, ബെൽജിയം എന്നീ രാജ്യങ്ങൾക്കും ഗുണകരമായേക്കും. അമേരിക്കയുടെ പ്രത്യേക താൽപ്പര്യം മുൻനിർത്തി ഉപരോധങ്ങളിൽ ഇളവ് നൽകാൻ പ്രസിഡന്റിൻ്റെ പ്രത്യേക അധികാരം നൽകുന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട്. റഷ്യയുടെ ഷാഡോ ടാങ്കർ കപ്പലുകൾക്കും കേന്ദ്ര ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ബില്ല് ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയും ചൈനയുമായുള്ള അമേരിക്കയുടെ നിലവിലെ വ്യാപാര ബന്ധങ്ങൾ വഷളാകാതിരിക്കാനാണ് തീരുവയിൽ ഇളവ് വരുത്തിയതെന്നാണ് സൂചന. ഹോർമൂസിലുള്ള ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തര ഘട്ടത്തിൽ നാവികർക്കായി ലൈസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും സർക്കാർ അറിയിച്ചു. ഹോർമൂസ് മേഖലയിൽ 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴുമുണ്ട്. ഷിപ്പിംഗ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ 70.73 കോടി രൂപയുടെ വിറ്റുവരവ് മറച്ചുവെച്ചെന്ന് സംസ്ഥാന GST വകുപ്പിൻ്റെ കണ്ടെത്തൽ. ഇതുവഴി 7.06 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തൽ. വിറ്റുവരവിൻ്റെ 10% ബാർ ഹോട്ടലുകൾ നികുതി അടയ്ക്കേണ്ടത്. ഓപ്പറേഷൻ സ്റ്റോം ലൈറ്റ് എന്ന പേരിലാണ് സംസ്ഥാന വ്യാപകമായി നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സാമ്പത്തിക വർഷം ബാർ ഹോട്ടലുകളിൽ നിന്നുള്ള വിറ്റുവരവ് നികുതി പിരിവ് ഉഴപ്പിയതിനാൽ മുൻ വർഷത്തേക്കാൾ 100.61 കോടി രൂപയുടെ നികുതി നഷ്ടം സംഭവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് 38 ഹോട്ടലുകളിൽ ആദ്യഘട്ടമായി GST ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം പരിശോധിച്ചത്. ജൂലൈ 10 വൈകിട്ട് 4 ആരംഭിച്ച പരിശോധന 11 പുലർച്ചെ വരെ നീണ്ടു. റിട്ടേണുകൾ നിശ്ചിത സമയത്ത് സമർപ്പിക്കാതെ നികുതി വെട്ടിക്കുന്ന ബാർ ഹോട്ടലുകളിലായിരുന്നു പരിശോധന. മുൻ വർഷങ്ങളിലെ ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ 260 ബാർ ഹോട്ടലുകളുടെ പട്ടിക GST വകുപ്പ് തയ്യാറാക്കിയിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കൂടുന്നതിൻ്റെ സൂചനകൾ നൽകി വിദേശത്തേക്ക് വിദേശ കറൻസി കടത്ത് വർദ്ധിക്കുന്നു. കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളത്തിൽ 6 മാസത്തിനിടെ കസ്റ്റംസ് പിടികൂടിയത് 1.94 കോടി രൂപയുടെ വിദേശ കറൻസി. മുംബൈ അടക്കം രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങൾ വഴിയും വൻതോതിൽ വിദേശ കറൻസി വിദേശത്തേക്ക് ഒഴുകുന്നതായാണ് വിവരം.
കോഴിക്കോട് വിമാനത്താവളത്തിൽ 13 കേസുകളിലായി 1.94 കോടി രൂപയുടെ വിദേശ കറൻസിയാണ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 8 കേസുകളിലായി 1.03 കോടി രൂപയുടെയും മെയിൽ 2 കേസുകളിലായി 12.18 ലക്ഷം കോടി രൂപയുടെയും മാർച്ചിൽ ഒരു കേസിൽ 32.13 ലക്ഷം രൂപയുടെയും ഫെബ്രുവരിയിൽ 46.65 ലക്ഷം രൂപയുടെയും വിദേശ കറൻസി പിടികൂടി. മിക്ക കേസുകളിലും CISF വിവരം നൽകിയതനുസരിച്ച് കസ്റ്റംസ് കേസ് എടുക്കുകയായിരുന്നു. സൗദി റിയാൽ, UAE ദിർഹം, ഒമാൻ റിയാൽ, US ഡോളർ എന്നിവ സഹിതം 13 പേരാണ് പിടികൂടിയത്. വിദേശ കറൻസി കടത്ത് വർദ്ധിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കൂടുന്നതിൻ്റെ ലക്ഷണമായാണ് കസ്റ്റംസ് വിലയിരുത്തുന്നത്. UAEയിലും സൗദിയിലും സ്വർണം വാങ്ങാൻ അതാത് രാജ്യങ്ങളുടെ കറൻസിക്ക് കരിഞ്ചന്തയിൽ ആവശ്യമേറിയതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിദേശ കറൻസി കടത്ത് വർദ്ധിച്ചതായാണ് കസ്റ്റംസ് കരുതുന്നത്. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. ജൂലൈ 21 മുതൽ സമരം നടത്താനാണ് തീരുമാനം. ഊബർ, ഓല, റാപ്പിഡോ കമ്പനികൾക്കെതിരെയാണ് പ്രതിഷേധം. സർക്കാർ സംരംഭമായ കേരള സവാരിക്കെതിരെയും പ്രതിഷേധമുണ്ട്. കമ്പനികൾ കമ്മീഷൻ ഈടാക്കുന്നത് കുറയ്ക്കണമെന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം. 1000 രൂപയ്ക്ക് ഓടിയാൽ 500 രൂപ കമ്മീഷനായി കമ്പനി എടുക്കുന്ന സ്ഥിതിയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഇന്ധനവില വർദ്ധിച്ച സാഹചര്യത്തിൽ വലിയ നഷ്ടത്തിലാണ് ഓടുന്നത്. ഇരട്ടി കമ്മീഷനും കൂടിയാകുമ്പോൾ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. നവി മുംബൈ വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾക്ക് തുടക്കം. ബുധനാഴ്ച രാവിലെ അബുദാബിയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് നവി മുംബൈയിൽ എത്തിയത്. ഇതോടെ ഈ അത്യാധുനിക ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. ഗൾഫ് വിപണികളുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി യാത്രാ സർവീസുകൾക്കൊപ്പം അന്താരാഷ്ട്ര കാർഗോ സർവീസുകളും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ IX-208 എന്ന വിമാനമാണ് ഈ ചരിത്രയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. അബുദാബി പ്രാദേശിക സമയം പുലർച്ചെ 5:45 പുറപ്പെട്ട വിമാനം ഇന്ത്യൻ സമയം രാവിലെ 10:20 നവി മുംബൈയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. തുടക്കത്തിൽ ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ റൂട്ടിൽ നടത്തുക. എന്നാൽ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് ജൂലൈ 29 മുതൽ ഞായറാഴ്ചകളിൽ കൂടി പുതിയൊരു സർവീസ് ഉൾപ്പെടുത്തി ഇത് ആഴ്ചയിൽ 3 ഉയർത്തും. യാത്രക്കാരെ ആകർഷിക്കുന്നതിനായി 12,671 രൂപയുടെ മികച്ച പ്രാരംഭ നിരക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരെ കുഴക്കിയിരുന്ന ക്യാപ്ച IRCTC വെബ്സൈറ്റിൽ നിന്നും പുറത്തേക്ക്. IRCTCയുടെ പുതിയ വെബ്സൈറ്റ് വഴി 8 ക്ലിക്കുകൾ കൊണ്ട് ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. യാത്രക്കാരുടെ വിവരങ്ങൾ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ക്ലിക്ക് മതിയാകും. അനാവശ്യ പോപ്പപ്പുകളും മിന്നിമറയുന്ന ഗ്രാഫിക്സുകളും ഉൾപ്പെടെ ടിക്കറ്റ് ബുക്കിങ്ങിനിടെ ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങളെല്ലാം ഒഴിവാക്കും. എല്ലാ ക്ലാസ്സുകളിലെയും സീറ്റ് ലഭ്യത ഒരുമിച്ച് കാണാനാകുമെന്നതും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള ഘട്ടങ്ങളുടെ എണ്ണം കുറച്ചതും ബുക്കിംഗ് വേഗത്തിലാക്കാനും സഹായിക്കും. സംസ്ഥാനത്ത് അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വർഷം തന്നെ അംഗീകാരമുള്ള മറ്റ് സ്കൂളുകളിലേക്ക് മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അംഗീകാരമുള്ള മറ്റ് സ്കൂളുകളിൽ ചേരുന്നതിന് ഈ അധ്യയന വർഷം കൂടി വിദ്യാഭ്യാസ വകുപ്പ് ഇളവ് നൽകിയിട്ടുണ്ട്. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഈ ഇളവ് ലഭിക്കില്ലെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കരുതെന്ന് 2009 കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ കേരളത്തിൽ 765 സ്കൂളുകൾ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. CBSE ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മറ്റ് ബോർഡുകളുടെ അംഗീകാരമുണ്ടെന്ന വ്യാജേനയാണ് ഇവയുടെ പ്രവർത്തനമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു. ഈ സ്കൂളുകളിലെ കുട്ടികളോടാണ് അംഗീകാരമുള്ള മറ്റ് സ്കൂളുകളിലേക്ക് മാറാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.